ഗൈസ് ഇന്ന് നമുക്ക് പണി കഴിഞ്ഞ് ഫ്രീ ആയിട്ട് കുറച്ച് സമയം കിട്ടി. ഇന്ന് നമ്മൾ വണ്ടി കഴുകാമെന്ന് വിചാരിക്കുന്നത്. ഇതാ സെൽഫ് വാഷ് കണ്ട. ഞാൻ ഇപ്പോൾ ഒരുവിധം വെള്ളമൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചേക്കുക. ഒരുവിധം ക്ലിയറായി. അടുത്ത് ഇനി നമുക്ക് ഷാമ്പു ഇടണം. ബട്ട് ഗൈസ് ഞാൻ ഈ സാധനം സെറ്റ് ചെയ്തത് ഇതും കൊണ്ടാണ്. ടടേ ഗൈസ് ഈ സാധനം ഇതിൻ്റെ അരിപ്പണക്കാത്ത സാധനം അവിടെ ഇടണം ഗൈസ്. കണ്ട വെള്ളത്തിനകത്ത് ഇങ്ങനെ കിടക്കണം. ഇതിങ്ങനെ കൊണ്ട് എടുക്കുക. ഓടിച്ചല്ലേ സോ ഗൈസ് ഇതാണ് നമ്മുടെ പരിപാടി. വെള്ളം ഗൈസ് ഇനി ഈ സാധനത്തിനകത്ത് മറ്റേ ഇത് നമ്മുടെ കാർ ഷാമ്പു മിക്സ് ചെയ്തതിനകത്ത് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കുത്തിക്കയറണം ഗൈസ്. എന്നിട്ട് ഇതുകൊണ്ട് നേരെ വണ്ടിക്കകത്ത് എത്തും ഫോം അടിച്ച് നിറയ്ക്കാൻ നമുക്ക്. ഞാനതും കാണിച്ചു തരുന്നത് ഗൈസ്. അന്നേരം ഈ ഫോമിനുള്ള സാധനം എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഇതിനകത്ത് കിടപ്പുണ്ട് നമ്മളെ ഫോം അടിക്കാനുള്ള സാധനം. അപ്പം ഞാൻ മതിയായിരുന്നു. ഇതിനകത്ത് വെള്ളവും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു നോക്കാം. കഥ വരുമോ നോക്കാം ഗൈസ്. വെള്ളം കയറി വേണം ഗൈസ്. കുറച്ച് സമയം എടുക്കും. അയ്യോ പൊട്ടി തീർച്ചു. വേണ്ട ഗൈസ്, നമുക്ക് പത മാത്രം മതി. വണ്ടി സ്വന്തമായിട്ട് കഴുകണമെങ്കിൽ എന്താ ഒരു 150 വരെ കൊടുത്താൽ മതിയായിരുന്നു. ഗൈസ് കട്ടിപ്പതയല്ല അത്. ഈ സാധനത്തിന്റെ കുഴപ്പമായിരിക്കും. ഇനി ഗൈസ് ഞാൻ ഇനി ഇത് മര്യാദയ്ക്കൊന്ന് പത ചടിപ്പിച്ചിട്ട് വരാം. ഇല്ലെങ്കിൽ 2 കയ്യിൽ ഇതും കൂടെ ആയിട്ട് നടക്കത്തില്ല. പിന്നെ ഗൈസ് നമ്മുടെ വണ്ടി അങ്ങനെ കുറച്ച് ഫോം അടിച്ചിട്ടിട്ടുണ്ട് ഞാൻ. വലിയ കട്ടിയൊന്നും ഗൈസ്, പെട്ടെന്നായിരിക്കും. ഇതിൻ്റെ കൂടെ വെള്ളവും കൂടെ ചേർത്തടിക്കുന്ന സാധനമായതുകൊണ്ട് ഇത് വെറുതെ വെള്ളം കണക്ക് ഒലിച്ചങ്ങ് പോകും ഗൈസ്. കണ്ട മൊത്തം തലയിൽ പോയി. ഇതിനകത്ത് അങ്ങും ഇഞ്ഞൊക്കെ കുറച്ചുള്ളൂ. മണ്ടയിൽ സീറ്റിൽ അടിച്ച് അതേപോലെ ഇരിപ്പുണ്ട്. ഇപ്പോൾ താഴോട്ടുള്ള എല്ലാം പോയി. എല്ലാം താഴെ പോയി. സുഖം. ഈ സാധനം മേടിക്കുകയാണെങ്കിൽ കൊള്ളാം, നല്ല സാധനമാണ്. അത്ര കൈ കൊണ്ട് സ്വന്തമായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മര്യാദയ്ക്ക് ഇതുകൊണ്ട് വെള്ളം ഈ ഗ്യാപ്പിലൊക്കെ വെള്ളം കുറച്ച് അടുത്തുണ്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പവറിലടിച്ച് ക്ലീനാക്കി എടുക്കാം. അതല്ല കൊണ്ട് വലിയ ഓവർ എക്സൈറ്റ് ചെയ്തൊന്നും കാര്യമില്ല. അതിനുള്ള പവറൊന്നുമില്ല ഗൈസ്. 12,000 രൂപയ്ക്കകത്തോ 3,000 രൂപയ്ക്കകത്തും കണ്ടുള്ള ഗൈസിൻ്റെ പ്രൈസ് ഐ തിങ്ക്. ഞാൻ അവനോട് ചോദിച്ചിട്ട് കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ആ പവറൊക്കെ കിട്ടത്തുള്ളൂ. അതനുസരിച്ച് വാങ്ങുന്നവർ വാങ്ങിക്കുക. എളുപ്പമാണ് വണ്ടി കഴുകാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം യൂഷ്വലി ചെയ്യുന്നതിനേക്കാൾ. നമ്മുടെ വണ്ടി കഴുകി കഴിഞ്ഞു കണ്ട. അത്രയും ക്ലീനായി. വണ്ടിയും കഴുകുമ്പോൾ ഈ ചെറുക്കൻ്റെ തലമുടി എന്ത് ചെയ്യില്ല. അവൻ്റെ തലയാണീര്. ഈ ചെറുക്കൻ്റെ തലമുടി വെട്ടാനായിട്ട് പറഞ്ഞിട്ടേക്കാൻ. മുടി കേട്ടാ തലമുടി വെട്ടി ചെറുക്കനെ പിടിച്ചോണ്ടെന്ന് വെച്ച് ദിവസം നിന്റെ തലമുടി വെട്ടാൻ ചേടാ. നമുക്കിപ്പം പോവാ. ഇച്ചിരി കരയണേ. മുടി വെട്ടല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ ന്യൂസിന്റെ മുടിയും വെട്ടിച്ച് വണ്ടിയും കഴുകി അടിപൊളിയായി ഗൈസ്. അല്ലെങ്കിൽ ഈ മഴക്കാലം വരുമ്പോഴേ ഗൈസ് വണ്ടി എഴുതാൻ പറ്റുള്ളൂ. അത് അവിടെ അനീച്ചറൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്. മഴക്കാലത്ത് എന്താ ഗൈസ് നമുക്ക് വണ്ടി എഴുതാൻ ഒരു തൊര.
എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ മഴക്കാലത്തെ വണ്ടിക്കകത്ത് എവിടെയെങ്കിലും കാട്ടി തമ്മയിക്കൂല ഇത് അങ്ങനെ ഈ മഴക്കാലത്ത് വണ്ടി അവിടെ കൊണ്ട് അവിടെ ഇവിടെ കൊണ്ടുവച്ച് നനഞ്ഞ് വെള്ളം വീണ് മൊത്തം അഴുക്കും പൊടിയൊക്കെ ആവും കൈസ് മണ്ണ്. അപ്പം അത് മാറ്റാനുള്ളൊരു ഒന്ന് വൃത്തിയാക്കി വെക്കാനൊരു സംഭവമാണ് കൈസ് നമുക്ക് അങ്ങനെ തോന്നണേ എന്നാണ് എൻ്റെ ഒരു തോട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഏതായാലും ഇന്നത്തെ ആ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടിട്ടുള്ള ബെല്ലൈക്കൺ തന്നെ മാത്രമേ നെക്സ്റ്റ് ടൈം നമ്മൾ വീഡിയോ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. സോ ഗൈസ്,